ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടിയെ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് ഗോതമ്പ് പൊടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് ടൈറ്റ് ആവരുത്, എന്നാൽ കുറേ ലൂസും ആവരുത്. ഇതിലാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കുക. ചൂടായി വരുന്ന ആ വെള്ളത്തിലേക്ക് ഇത് ഓരോരോ ഇതായിട്ട് നുള്ളിയിട്ട് കൊടുക്കുക. ചെറുതായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. നന്നായിട്ട് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നമുക്കതൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മുട്ടയോ ചിക്കനോ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാനിന്ന് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1-2 പീസ് ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വേറൊരു പാനിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പേസ്റ്റ് ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കേട്ടോ. പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവറായിട്ട് നമുക്ക് ഈ മസാല കുക്കായിട്ട് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആകുമ്പോഴേക്കും അതൊന്ന് മൊത്തത്തിലൊന്ന് കുക്കായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചതും ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച ഗോതമ്പിൻ്റെ സാധനവും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.